Good morning, sir. Welcome to the show. Morning, Anla. Morning, viewers. സർ, ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. യു എസ് വിപണിയെ സംബന്ധിച്ച് ഇന്നലെ റെക്കോർഡ് നിലവാരത്തിലാണ് S&P 500 നാസ്ഡാക്ക് സൂചികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. ഇന്നലെ ഫെഡിന്റെ തീരുമാനങ്ങൾ വന്നിരുന്നു. സർ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ പ്രതീക്ഷിത പോലെ തന്നെ നിരക്ക് തൽസ്ഥിതി തന്നെയാണ് തുടരുകയുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ CPI കണക്കുകളും വന്നിരുന്നു. ഒരു മോഡറേഷൻ CPIയിലും വന്നിട്ടുണ്ട്. എന്നാൽ റേറ്റ് കട്ട് ഡിസംബറോട് കൂടി ഉണ്ടാവുകയുള്ളൂ എന്നൊരു നോഷൻ നിക്ഷേപകർക്കിടയിൽ വളർന്നു വരികയാണ്. ആ ഒരു സ്ഥിതി സൂചികകൾ ഡൈജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നും കാണാം. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണികളുമായി ബന്ധപ്പെട്ട താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ കാര്യമായിട്ട് ഇന്നലെ മാറ്റമൊന്നും കണ്ടില്ലായിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സ് വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകി. ക്ലോസിംഗ് ഓൾസോ വാസ് അറ്റ് എ റെക്കോർഡ് ഹൈ. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇനി ടെക്നോളജി സ്റ്റോക്സിലൊന്നും നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയൊരു ബൈയിങ് അവസരം കറന്റ് ലെവൽസിൽ ലഭിക്കത്തില്ല. അടുത്ത 3 സെഷൻസിലും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും വീണ്ടും ഡൗന് ഈ ഒരു മുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന് 39,200 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഓൾഡ് ഇക്കോണമി സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 37,937,900 പോയിന്റിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇത്രത്തോളം വീക്ക്നെസ്സിന് പ്രധാന കാരണം ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. സിറ്റി ബാങ്കിന്റെ കേസിൽ ഇന്നലെ വീണ്ടും ഒരു സെൽ ഓഫ് നടന്നിരുന്നു. JP മോർഗൻ ചേസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഒരു സെൽ ഓഫ്, ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചു. ബാങ്ക് ഓഫ് അമേരിക്കയിലും ഇന്നലെ ഒരു സെല്ലിംഗ് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഒരു ക്രൂഡ് വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിലാണ് ക്രൂഡിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. പ്രത്യേകിച്ചും ക്രൂഡ് ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു നേട്ടം നിലനിർത്തിയിരുന്ന വിപണിക്ക് അല്ലെങ്കിൽ സൂചികൾക്ക് ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ക്രൂഡ് ഫ്യൂച്ചേഴ്സിൽ WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ 0.19% ഇടിവിൽ $78.19 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെന്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വരികയാണെങ്കിലും ഏകദേശം സമാനമായിട്ടൊരു 0.3% ഇടിഞ്ഞ് $82.28 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൂചികൾ അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമ്മൾ ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ആ ഒരു കനത്ത സെല്ലിങ്ങിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ക്രൂഡിന്റെ കേസിൽ റിക്കവറി കാണാൻ ഇടയായത്. സോ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി നിൽക്കുന്നു. ക്രൂഡിന്റെ കേസിൽ $80-81 വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അത് എളുപ്പമായിരിക്കത്തില്ല ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $77.50 ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം $77 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ $3 ഒരു ഇടിവെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ സ്വർണത്തിലേക്ക് കൂടി വരികയാണ്. സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇന്നിപ്പോൾ ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 1.02% ഇടിവിൽ ട്രോയ് ഔൺസിന് 2330.8 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലത്തെ ഒരു വൈകുന്നേരത്തേക്ക് വ്യാപാരം നോക്കുകയാണെങ്കിൽ $2350 മുകളിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഫെഡിന്റെ തീരുമാനങ്ങൾ വരുന്നൊരു സമയമായപ്പോഴും വീണ്ടും വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഈ ഒരു സൂചികയിൽ കാണാൻ സാധിക്കുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സ്വർണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു വീക്ക്നെസ് ഗോൾഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,290 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
യെസ്. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ആഭ്യന്തര വിപണി ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും പുതിയൊരു ഓൾ ടൈം ഹൈ നിലവാരമായ 23,441.95 എന്നൊരു നിലവാരം ഉയർന്നിരുന്നെങ്കിലും ആ ഒരു നിലവാരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും 0.25% നേട്ടത്തിൽ 23,322.95 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ലെവലിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ബുള്ളിഷ് ട്രിഗർ 23,350 പോയിന്റിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലെവലിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യിൽ ഷോർട്ട് ടേമിൽ തന്നെ 250 മുതൽ 350 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിലും സമാനമായിട്ടൊരു സ്ഥിതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈയിൽ സൈക്കോളജിക്കൽ ലെവലായ 50,000 മുകളിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. 50,233.4 എന്ന നില വരെ ഉയർന്ന ബാങ്ക് സൂചിക പിന്നീട് ആ ഒരു നില സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 49,895.1 എന്ന നിലയിലാണ്. 0.38% നേട്ടം നിലനിർത്തി എങ്കിൽ പോലും 50,000 എന്നൊരു മാർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇന്നത്തെ വ്യാപാരത്തിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 50,500 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അണ്ടർടോൺ വീണ്ടും വളരെ ബുള്ളിഷ് ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ അറ്റ് ദ മൊമെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 49,500 to 50,400 ഈ ഒരു റേഞ്ചിലെ കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്നിപ്പോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ HDFC ബാങ്ക് ഇന്നത്തെ വ്യാപാരത്തിൽ 1,600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് എളുപ്പമായിരിക്കത്തില്ല, ബിക്കോസ് ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ആ ഒരു ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 860 rupees ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അഗെയിൻ നമുക്കൊരു സസ്റ്റൈനബിൾ മൂവ് ഇതിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 1,220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നലെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു, കോട്ടക് ബാങ്ക്. ആൻഡ് കോട്ടക് ബാങ്കിന്റെ കേസിൽ 1,740 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. യെസ് സർ. ഒപ്പം തന്നെ ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റിയിലെ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ബജാജ് ട്വിൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ബജാജ് ട്വിൻസിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന ഓഹരികൾ കൂടിയാണ് ബജാജ് ഫിൻസർവ്, അതിനോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസ് എന്നീ ഓഹരികൾ. ബജാജ് ഫിനാൻസ് 1.12% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ബജാജ് ഫിൻസർവ് 0.75% നേട്ടം രേഖപ്പെടുത്തിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെയധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഓഹരികൾ കൂടിയാണ് ഈ ബജാജ് ട്വിൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ബജാജ് ഫിൻസർവ് എന്ന ഓഹരി. ഈ ഒരു സാഹചര്യത്തിൽ ബജാജ് ട്വിൻസിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഓഹരികളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? അതിൽ നമ്മൾ ഈ ബജാജ് ട്വിൻസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് ഇൻഡെക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോം ചെയ്യുന്ന 2 സ്റ്റോക്സ് ബജാജ് ഫിനാൻസ് ആൻഡ് ബജാജ് ഫിനാൻഷ്യൽ സർവീസസ്. സോ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ബജാജ് ഫിനാൻസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 7,450. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഒരു 350 മുതൽ 400 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബജാജ് ഫിനാൻഷ്യൽ സർവീസസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ അൺഫോർച്ചുനേറ്റ്ലി അല്പം വീക്കായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് 1,640 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ബട്ട് നമ്മളിപ്പോ ഫിനാൻഷ്യൽ കമ്പനീസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഐ തിങ്ക് കേരള ബേസ് മലയാളീസിന് വളരെ ഇഷ്ടപ്പെടുന്ന, ആക്ച്വലി ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് 2-3 ഡെവലപ്മെന്റ്സ്
ഇന്നലെ കേരള ബേസ്ഡ് 4 ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റോക്സ് ആയിരുന്നു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ആദ്യം എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഒരു കൺസോളിഡേഷന് ശേഷം ഇന്നലെ ഒരു ശക്തമായ ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിച്ചു. ഫെഡറൽ ബാങ്ക് ഹസ് ക്ലോസ്ഡ് അറ്റ് എ ന്യൂ ഓൾ ടൈം ഹൈ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ഫെഡറൽ ബാങ്കിന്റെ ഒരു സബ്സിഡറി കമ്പനി ഇസ് ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. സ്റ്റോക്ക് ഹാസ് ബോട്ടംഡ് ഔട്ട്. കറന്റ് ലെവൽസ് അറൌണ്ട് 125 റുപ്പീസിൽ നമുക്ക് ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് ഇസ് തൃശൂർ ബേസ്ഡ് ഇസാഫ്, സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിലായിരുന്നു, ജൂൺ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത് 49 രൂപ. എനിക്ക് തോന്നുന്നില്ല 49 രൂപയുടെ ആ സപ്പോർട്ട് ഇനി ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കറന്റ് ലെവൽസിൽ നമുക്ക് എഗൻസ്റ്റ് ദ ട്രെൻഡ് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു ടാർഗറ്റ് 56 രൂപ, അതിനെ തുടർന്ന് 60 രൂപ. ആൻഡ് ഫൈനലി ഷെയർ ചെയ്യാനുള്ളത് ഇസ് മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ്. മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസും കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിംഗിന് ശേഷം വീണ്ടും ഈ ഒരു സ്റ്റോക്കിലും കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കറന്റ് ട്രേഡിംഗ് ലെവൽ ഇസ് അറൌണ്ട് 225 റുപ്പീസ്. കറന്റ് ലെവലിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. യെസ്, ഒപ്പം തന്നെ ഐ ടി സെഗ്മെന്റിനുള്ള ഓഹരികളിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഐ ടിയിൽ ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മിഡ് ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരികളിലൊരു മുന്നേറ്റം തന്നെയാണ് ഐ ടിയിൽ വലിയൊരു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്താൻ സാധിച്ചത് എന്നും പറയാം. അതിൽ തന്നെ കൊഫോർജുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കൊഫോർജിലേക്ക് വരുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 5180.05 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 19 രേഖപ്പെടുത്തിയ 6847.45 എന്ന നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഇത്രയും മാസങ്ങളിലും നല്ലൊരു കറക്ഷൻ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കണ്ടുവരുന്നത്. കൊഫോർജിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണുന്നുണ്ടോ? അല്ല, കൊഫോർജിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എങ്കിലും കൊഫോർജിന്റെ കേസിൽ 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 5000 രൂപയിലും രണ്ടാമത്തെ 4600 രൂപയിലും. എനിക്ക് തോന്നുന്നില്ല ഈ 2 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു സേഫ് ആയിട്ട് ഒരു എൻട്രി ലഭിക്കണമെങ്കിൽ 5700 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തുന്നുണ്ട്. അതിൽ ആദ്യമായി സന്തോഷ് എന്ന പ്രേക്ഷകൻ കിർലോസ്കർ ഓയിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരികൾ ഇപ്പോൾ വിൽക്കാനുള്ളൊരു റൈറ്റ് ടൈം ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സോ കിർലോസ്കർ ഓയിൽ എഞ്ചിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു കിർലോസ്കർ ഓയിൽ എഞ്ചിൻ. ആൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 1070 രൂപയിൽ കാണുന്നുണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് വരും സെഷൻസിൽ 1330 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾ ദീസ് ഷെയർസ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ. ധാരാളം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ജിയോ ഫിന്നുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ ഏകദേശം 4% നേട്ടത്തിൽ 363.2 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫിന്നിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So GeoFin's long-term trend is bullish, but short-term ഒരു correction മോഡിലെ സ്റ്റോക്ക് വ്യാപാരം നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 370 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഒപ്പം തന്നെ ഷാജി എന്ന പ്രേക്ഷകൻ ബജാജ് കൺസ്യൂമറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% നേട്ടത്തിൽ 261.6 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് കൺസ്യൂമറിലുള്ള തങ്ങളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്?
ബജാജ് കൺസ്യൂമർ മറ്റ് FMCG സ്റ്റോക്സിനൊപ്പം തന്നെ കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഒരു ടേൺ അറൗണ്ട് നടത്തിയിട്ടുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ നൗ ബുള്ളിഷ്. ബട്ട് ഈ സ്റ്റോക്കിന് 270-275 രൂപ ആ റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ ആ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രണവ് എന്ന പ്രേക്ഷകൻ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി നില വളരെ ഫ്ലാറ്റായി 2904.15 എന്നൊരു നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ഏഷ്യൻ പെയിന്റ്സ് നമ്മൾ അക്സോ നോബൽ ഇന്ത്യയുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 2 മാസമായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ട് വിലയിരുത്തുന്നത്. ഇൻഫാക്ട് ഈ വർഷത്തിന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇതൊരു സൈഡ് വേസ് പാറ്റേൺ ഫോം ചെയ്തു വന്നിരിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഫൈനാൻഷ്യൽസിലൊക്കെ ഇപ്പൊ കംഫർട്ടബിൾ ആയി വരികയാണെങ്കിൽ നമുക്ക് 2970 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 3050 രൂപയിലായിരിക്കും. ആ 2 റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. മധു എന്ന പ്രേക്ഷക M&Mമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. M&Mൽ ഇന്നലെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1% ഇടിഞ്ഞ് 2796.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. M&Mലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി, ടാറ്റ മോട്ടോ ഈ സ്റ്റോക്സിന്റെ ഒക്കെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും M&Mന്റെ കേസ് എടുക്കുമ്പോഴേക്കും 3 സെഷൻസ് മുൻപായിരുന്നു 2880 നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ഒരു ചാൻസസ് ഉണ്ട്. എങ്കിൽ പോലും നമ്മളൊരു ലോങ് ടേം വ്യൂവോടെ ഒരു ലോങ് പൊസിഷൻ എടുത്തിരിക്കുകയാണെങ്കിൽ ഒന്നും ഈ സ്റ്റോക്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റോക്ക് ഫോർ ദ പോർട്ട്ഫോളിയോ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ജാസ്മിൻ ജമാൽ എന്ന പ്രേക്ഷക യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്കിലേക്ക് നോക്കുകയാൽ ഇന്നലെ 2% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ് ബാങ്കിൽ ഇപ്പോൾ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുന്ന സമയമാണോ? യെസ് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 21 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമുക്കൊരു സേഫ് ആയിട്ട് ഒരു എൻട്രി സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 25 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ 2.5 മുതൽ 3 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സുമേഷ് എന്ന പ്രേക്ഷകൻ അദാനി പവറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 0.33% ഇടിവിൽ 760.3 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. അദാനി പവറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അദാനി പവർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ട് 700 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് 700 മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 784 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 820. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 900 റുപ്പീസിലായിരിക്കും റെസിസ്റ്റൻസ്. രത്നാകരൻ എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IFCയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IFCIയുടെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് നമുക്ക് 52 വീക്ക് ആയി നൽകിയത് ഫെബ്രുവരി മാസത്തിൽ 71 രൂപ 80 പൈസയിലായിരുന്നു. ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും മേജർ റെസിസ്റ്റൻസ് നമ്മൾ നേരിടാൻ പോകുന്നത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ജോൺ എന്ന പ്രേക്ഷകൻ ബർജർ പെയിന്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബർജർ പെയിന്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ബർജർ പെയിന്റ് ഇസ് ലൈക്ക് ഏഷ്യൻ പെയിന്റ്. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഇതിന്റെ ഇൻഡസ്ട്രി ഈ പെയിന്റിംഗ് സ്റ്റോക്സിനെ ഒക്കെ നയിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് അക്സോ നോബൽ ഇന്ത്യ. സോ അക്സോ നോബലിനെ അപേക്ഷിച്ച് ബർജർ പെയിന്റ്സും അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. 510, 520 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കും. അതിനുശേഷം വരുന്ന മുന്നേറ്റത്തിൽ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് വിൽ ബി അറ്റ് 560, 570. ഈ 560, 570 റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ബാലഗോപാലൻ എന്ന പ്രേക്ഷകൻ സീൽ അക്വ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.34% ഇടിവിൽ 11.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് കമ്പനി കൂടിയാണ് സീൽ അക്വ. സീൽ അക്വയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? AQUA ലിമിറ്റഡ്, അക്വ ലിമിറ്റഡ് സർ, BSEയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സീൽ അക്വ, യെസ്, അനില പറഞ്ഞ വളരെ ശരിയാ. ഈ സ്റ്റോക്ക് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് BSEയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ സ്മോൾ ക്യാപ് ആയിട്ടുള്ള ഹൈലി സ്പെക്കുലേറ്റീവ് സ്റ്റോക്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്നുള്ള ഒരു വ്യൂ എനിക്ക് കിട്ടുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നിവർത്തിയുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്സിലെ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അശ്വിൻ എന്ന പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിഞ്ഞ് 1125.25 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ടാറ്റ കൺസ്യൂമർ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 1260 രൂപയ്ക്ക് അടുത്ത് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല ഒരു ഹെൽത്തി കറക്ഷൻ കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നത്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 1020 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1160, 1180 ഈ റേഞ്ചിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം.